First order differential equations. General form of a first order differential equation is y dash plus p of x into y equal to q of x. നമുക്ക് ഈ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്, പക്ഷേ എന്നാലും നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ ആദ്യം കുറച്ച് സബ് ക്ലാസ്സസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമതാണ് സെപ്പറബിൾ ഇക്വേഷൻസ്, പിന്നെ എക്സാക്ട് ഇക്വേഷൻ, ലീനിയർ ഇക്വേഷൻസ്, ഇങ്ങനെ പോകുന്നു. ഇനി ഇതിൽ നമ്മൾ സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. എല്ലാ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനെയും നമുക്ക് ഈ ഒരു ഫോമിലോട്ട് മാറ്റി എഴുതാം. dy by dx equal to m of x divided by n of y. It can be written as n of y dy equal to m of x into dx. ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ മീനിങ് എന്താ? n of y dy ഈക്വൽ ടു m of x dx എന്ന് പറഞ്ഞാൽ ഇവിടെ വൈയുടെ ടേംസിനെയൊക്കെയും ഒരു സൈഡിലും എക്സിൻ്റെ ടേംസിനെയൊക്കെയും റൈറ്റ് സൈഡിലേക്കും നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതാണ്. ഓക്കെ, ഇങ്ങനെ എഴുതാൻ പറ്റുന്ന ഇക്വേഷൻസിനെയാണ് നമ്മളെന്ന് പറയുന്നത് സെപ്പറബിൾ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ എഴുതാൻ പറ്റുന്ന ഇക്വേഷൻസിനെ നമ്മൾ പറയും ഇക്വേഷൻ വിത്ത് സെപ്പറബിൾ വേരിയബിൾസ് ഓർ സെപ്പറബിൾ ഇക്വേഷൻസ്. സെപ്പറബിൾ ഇക്വേഷൻസ്. ഇനി ഈ ഒരു പാറ്റേണിലുള്ള ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സൊല്യൂഷൻ കിട്ടുമല്ലോ. അപ്പം ദ സൊല്യൂഷൻ ഓഫ് ദി ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ്, അല്ലെങ്കിൽ സെപ്പറബിൾ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിനെ എന്ത് ചെയ്താൽ മതി? ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി, പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ക്ലിയർ? ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. Solve the differential equation y dash equal to 1 plus x into 1 plus y square. Okay, the given differential equation can be written as dy by dx equal to 1 plus x into 1 plus y square. By separating the variables we get dy divided by 1 plus y square equal to 1 plus x into dx. Then നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഇക്വേഷൻസിനെ വേരിയബിൾ സെപ്പറബിൾ ഫോമിലോട്ട് മാറ്റി എഴുതി കഴിഞ്ഞാൽ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സോ ഇൻ്റഗ്രേറ്റ് ബോത്ത് സൈഡ്സ്. 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് tan inverse of y equal to x plus x square by 2 plus a constant of integration. The solution also can be written as tan of x plus x square by 2 plus c. This is the solution. Next, another problem. മറ്റൊരു പ്രോബ്ലം നോക്കാം. Solve the initial value problem. Initial value problem. Y dash equal to minus 2xy. Y at 0 equal to 1. Also determine the interval in which the solution is defined. നമ്മുടെ പ്രോബ്ലം ഇതാണ്. സോൾവ് ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം y dash equal to minus 2xy. Y at 0 equal to 1. Also determine the interval in which the solution is defined. ഓക്കെ, ഇത് നമുക്കിതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. The given differential equation is y dash equal to minus 2xy. It also can be written as dy by dx equal to minus 2xy. By separating variables we get dy divided by y equal to minus 2x dx. 1 by y യുടെ ഇൻ്റഗ്രേഷൻ
Integrating both sides. dy by y equal to integral minus 2x dx. So we get log of mod y equal to minus x square plus c. We have to solve a initial value problem. So initial condition is y at 0 equal to 1. That means y equal to 1 when x equal to 0. Then we get നമുക്ക് c യുടെ വാല്യൂ കണ്ടുപിടിക്കാം. So log of 1 equal to 0 square plus c, which implies c equal to 0. Hence the solution of the initial value problem is c യുടെ value 0 ആണ്. So log mod y equal to minus x square can be written as y equal to e raised to minus x square. y equal to e raised to minus x square. e raised to minus x square എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എല്ലാ റിയൽ വാല്യൂസിനും ഡിഫൈൻഡ് ആണ്. സോ ഇൻ്റർവൽ ഓഫ് ഡെഫിനേഷൻ എന്ന് പറയുന്നത് r ആണ് വരിക. സോ നമുക്ക് പറയാം interval of definition of the above solution is r. Definition of solution entire real line. Okay, next problem. Okay, next problem നോക്കാം. Find the solution of the initial value problem dy by dx equal to 3x square plus 4x plus 2 divided by 2 into y minus 1, y at 0 equal to minus 1 in explicit form and determine the interval in which the solution exists. So നമുക്കത് പ്രൂവ് ചെയ്യണം, അല്ല സോൾവ് ചെയ്യണം. സോൾവ് ചെയ്തിട്ട് എക്സ്പ്ലിസിറ്റ് ഫോമിൽ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന ഇൻ്റർവലും കൂടെ കണ്ടുപിടിക്കണം. The given initial value problem is dy by dx equal to 3x square plus 4x plus 2 divided by 2 into y minus 1. By separating variables, we get 2 into y minus 1 dy equal to 3x square plus 4x plus 2 dx. By integrating we get 2y y square minus y minus 2y equal to x cube plus 4 into x square by 2 എന്ന് വരും. That is 2x square plus 2x plus c, but c is the arbitrary constant and we have to solve a initial value problem. So we have to find the value of c. So applying the initial condition y at 0 equal to minus 1, it means y equal to minus 1 when x equal to 0. Substituting these values in the above solution, we get minus 1 the whole square minus 2 into minus 1 equal to 0 plus c. c equal to 3. So the solution of the given initial value problem is y square minus 2y equal to x cube plus 2x square plus 2x plus 3. ഓക്കെ, നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എക്സ്പ്ലിസിറ്റ് ഫോമിലാണ്. ദറ്റ് ഈസ് y ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതണം. പക്ഷേ ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫോമിലാണ് ഉള്ളത്. അതായത് വൈയും എക്സിൻ്റെയും ഒക്കെ ടേംസ് ഉണ്ട്. സോ നമ്മളിതിനെ ഇംപ്ലിസിറ്റ് ഫോം എന്ന് പറയും. സോ ഇതിനെ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പ്ലിസിറ്റ് ഫോമിലേക്ക് മാറ്റി എഴുതണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എക്സ്പ്ലിസിറ്റ് സൊല്യൂഷനിലുള്ള ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എക്സ്പ്ലിസിറ്റ് ഫോമിലുള്ള സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വൈയുടെ ടേംസിലേക്ക് ഇതിനെ സോൾവ് ചെയ്യണം. സോ നമുക്ക് ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താണ്, ഇറ്റ് ഈസ് ക്ലിയർലി എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് വൈ ആണല്ലോ. സോ നമുക്കിതിൻ്റെ വൈ എന്താണെന്ന് കണ്ടുപിടിക്കാം. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് y സ്ക്വയർ മൈനസ് 2y മൈനസ് ഓഫ് x
എക്സ് ക്യൂബ് പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് 2x² പ്ലസ് 2x പ്ലസ് 3 ഈക്വൽ ടു 0 എന്ന് എഴുതാം. സോ ഇവിടെ നമുക്ക് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഇറ്റ്സ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് വൈ. സോ വൈ ഈക്വൽ ടു 2 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് -2 the whole square minus 4 into 1 into and minus plus ആവും 4 into x cube plus 2x square plus 3 sorry 2x square plus 3 plus 2x whole divided by 2e that is 2. ഓക്കെ, ഇനി നമുക്ക് ഇതിനെല്ലാത്തിനും 2 ഔട്ട്സ് എടുത്ത് കട്ട് ചെയ്ത് കളയാലോ. സോ നമുക്ക് കിട്ടുന്നത് 1 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് 2x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3. ഈ സൊല്യൂഷൻ നമുക്ക് കിട്ടുന്നത് 1 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ക്യൂബ് പ്ലസ് 2x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 4. ഓക്കെ, അതായത് നമുക്കിപ്പോൾ രണ്ട് സൊല്യൂഷൻസ് കിട്ടിയിട്ടുണ്ട്. അതായത് വൈ പ്ലസിൻ്റെ ടേമിലുള്ളതും മൈനസിൻ്റെ ടേമിലുള്ളതും അല്ലേ. വൈ ഈക്വൽ ടു 1 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ക്യൂബ് പ്ലസ് 2x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 4 എന്ന് എഴുതാം. ഓക്കെ, രണ്ടാമത്തെ സൊല്യൂഷൻ വൈ ഈക്വൽ ടു 1 മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ക്യൂബ് പ്ലസ് 2x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 4 എന്ന് എഴുതാം. ഓക്കെ, ഇങ്ങനെ രണ്ട് സൊല്യൂഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഏതോ ഒരു സൊല്യൂഷൻ മാത്രമേ വാലിഡ് ആവുള്ളൂ, കാരണം നമുക്ക് ഇനീഷ്യൽ വാല്യൂ കണ്ടീഷനാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻ ഇതിൽ അപ്ലൈ ചെയ്ത് നോക്കാം. y at 0 ഈക്വൽ ടു -1. ഇവിടെ നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ എന്താ കിട്ടുക? y എന്ന് പറയുന്നത് എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 4 അല്ലേ, 4 ദറ്റ് ഈസ് y ഈക്വൽ ടു 3 എന്നല്ലേ കിട്ടുക. ഇറ്റ്സ് നോട്ട് എ സൊല്യൂഷൻ. സോ ഇത് നോക്കാം നമുക്ക്. ഇനീഷ്യൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല ഇവിടെ നോക്കാം നമുക്ക്. y ഈക്വൽ ടു y at 0 ഈക്വൽ ടു -1 അല്ലേ കിട്ടേണ്ടത്. സോ നമുക്ക് നോക്കാം 1 മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ഇവിടെ 4 എന്ന് വരും. ദറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 2 ദറ്റ് ഈസ് -1. സോ ഇവിടെ നമുക്ക് സൊല്യൂഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ എക്സ്പ്ലിസിറ്റ് ഫോമിലുള്ള സൊല്യൂഷൻ എന്താണെന്ന് പറയാം, ഈ മൈനസിൻ്റെ ടേമിലുള്ളതാണെന്ന് പറയാം. സോ നമുക്ക് എടുക്കാം y ഈക്വൽ ടു 1 മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ക്യൂബ് പ്ലസ് 2x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 4 ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ എക്സ്പ്ലിസിറ്റ് ഫോമിലുള്ള സൊല്യൂഷനും കൂടെ കണ്ടുപിടിച്ചു. ഇനി നമ്മളോട് ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഡിറ്റർമൈൻ ദ ഇൻ്റർവൽ ഇൻ വിച്ച് ദ സൊല്യൂഷൻ എക്സിസ്റ്റ്. അപ്പോൾ ഈ സൊല്യൂഷൻ വാലിഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർവലും കൂടെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം. ആ ഇൻ്റർവൽ ഇനീഷ്യൽ കണ്ടീഷനിൽ 0നെ കണ്ടൈൻ ചെയ്യാൻ വേണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇവിടെ ഈ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ഈ റാഡിക്കൽ സൈനിൻ്റെ ഉള്ളിലുള്ളത് എപ്പോഴും എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അല്ലാത്ത കേസിൽ അത് എക്സിസ്റ്റ് ചെയ്യില്ല, കാരണം നെഗറ്റീവ്സ് വന്നാൽ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ റാഡിക്കൽ സൈനിൻ്റെ ഉള്ളിലുള്ളത് എപ്പോഴാണ് 0 ആവുന്നത് നോക്കാം. എക്സ് ക്യൂബ് പ്ലസ് 2x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 4 ഈക്വൽ ടു 0 ആവുന്നത് എപ്പോഴാണ്? നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമെന്ന് വിചാരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് പോവാണ്. ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കാം. അപ്പം നമ്മൾ ഇവിടെ എക്സ് ഈക്വൽ ടു -2 ഇതിൻ്റെ റൂട്ടാണ്. ഓക്കെ, അപ്പം നമുക്ക് എക്സ് ഈക്വൽ ടു -2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സൊല്യൂഷൻ സാറ്റിസ്ഫൈ ഈക്വൽ ടു 0 ആയപ്പോൾ. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ -2 ആണെങ്കിലോ? എക്സ് ഗ്രേറ്റർ ദാൻ -2 എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കൊരു -2നേക്കാളും വലിയൊരു വാല്യൂ 0 ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് 4 ആണ് കിട്ടുക. 4 ഈസ് ഗ്രേറ്റർ ദാൻ 0. അതായത് നമുക്ക് പറയാം എക്സ് ഗ്രേറ്റർ ദാൻ -2 ആകുമ്പോൾ എക്സ് ക്യൂബ് പ്ലസ് 2x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 4 എന്ന് പറയുന്നത് ഓൾവേസ് പോസിറ്റീവാണ്. സോ നമുക്ക് പറയാം -2, അതായത് എക്സിൻ്റെ വാല്യൂ -2നേക്കാളും വലുതായി വരുമ്പോഴാണ് നമുക്ക് സൊല്യൂഷൻ ഉള്ളത് എന്ന് പറയാം. Hence the above solution of the given initial value problem is valid in the interval, അല്ലെങ്കിൽ നമുക്ക് പറയാം interval of existence. ഏതാണ്? -2 to infinity. ഓക്കെ, അപ്പോൾ ആ പ്രോബ്ലം കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
Next problem, find the solution of the initial value problem dy by dx equal to y cos x divided by 1 plus 2y square y at 0 equal to 1 and determine the interval in which the solution exists. ഓക്കെ, ഇവിടെ നമുക്ക് സൊല്യൂഷൻ നോക്കാം. ഇവിടെ ഡി വൈ ബൈ നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം ഇതാണ്. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വൈ കോസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2y സ്ക്വയർ. ഓക്കെ, ഈ ഒരു പ്രോബ്ലത്തിൻ്റെ നമുക്ക് ഇത് ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലായി y ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഈ ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനാണ്. കാരണം വൈക്ക് 0 കൊടുത്താൽ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 0 കിട്ടും. സോ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുമല്ലോ. സോ പക്ഷേ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇനീഷ്യൽ കണ്ടീഷൻ y at 0 ഈക്വൽ ടു 1 ആണ്. ഓക്കെ, ഈ y at 0 ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ 0 സൊല്യൂഷനായിട്ട് വരുമ്പം സാറ്റിസ്ഫൈ ഇല്ല. സോ നമുക്ക് എന്ത് വരില്ല, y എന്ന് പറയുന്നത് ഒരിക്കലും എന്താവില്ല, 0 ആവില്ല. എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ സെപ്പറബിൾ വേരിയബിൾ ഫോം എടുക്കുകയാണ്. അപ്പോൾ സെപ്പറബിൾ വേരിയബിൾ ഫോം എടുക്കുമ്പോൾ നമുക്ക് 1 പ്ലസ് 2y സ്ക്വയർ ഡിവൈഡഡ് ബൈ y എന്നാണ് വരുന്നത്. ഡി വൈ ഈക്വൽ ടു കോസ് എക്സ് ഡി എക്സ്. അപ്പോൾ വൈയുടെ ഒരു ഡിവിഷൻ y നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ മാത്രമേ പോസിബിൾ ആവുള്ളൂ, അല്ലെങ്കിൽ അത് പോസിബിൾ ആവില്ലല്ലോ. അപ്പോൾ നമുക്ക് y എന്ന് പറയുന്നത് നോൺ സീറോ ആയിട്ട് അസ്യൂം ചെയ്യണം. അപ്പോൾ y എന്ന് പറയുന്നത് ഒരിക്കലും 0 ആവില്ല, കാരണം y ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനായിട്ട് വരില്ല. കാരണം എന്താ, അത് ഇനീഷ്യൽ കണ്ടീഷൻ ഹോൾഡ് ചെയ്യില്ല. സോ y എന്താ, ഒരിക്കലും എന്താവില്ല, 0 ആവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സെപ്പറബിൾ ഫോം എഴുതുന്നത് വാലിഡ് ആണ് എന്നർത്ഥം. ഇനി നമുക്ക് രണ്ട് സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സോ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത്, ഇനി ഒരു ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്യുക ഇതിനെ. അപ്പോൾ 1/y പ്ലസ് 2y dy എന്ന് വരും. ഓക്കെ, ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് കോസ് എക്സ് ഡി എക്സ്. ഇനി നമുക്ക് 1/yയുടെ ഇൻ്റഗ്രേഷൻ ലോഗ് ഓഫ് മോഡ് y, 2yയുടെ ഇൻ്റഗ്രേഷൻ y സ്ക്വയർ ഈക്വൽ ടു കോസ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് പ്ലസ് സി ഈസ് ദ ആർബിട്രറി കോൺസ്റ്റൻറ്റ്. നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷനാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മളുടെ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് y at 0 ഈക്വൽ ടു 1 ആണ്. y at 0 ഈക്വൽ ടു 1, ഇറ്റ് മീൻസ് y ഈക്വൽ ടു 1 വെൻ x ഈക്വൽ ടു 0. സോ നമുക്കിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലോഗ് 1 പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു സൈൻ 0 പ്ലസ് സി എന്നാവും. ദറ്റ് ഈസ് സി ഈക്വൽ ടു 1 എന്ന് കിട്ടും. സോ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, ലോഗ് ഓഫ് മോഡ് y പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് 1. ഓക്കെ, ഇനി ഈ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സൊല്യൂഷൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കിയേ, ലോഗ് മോഡ് y പ്ലസ് y സ്ക്വയർ അല്ലേ. ഇവിടെ y ഈക്വൽ ടു 0 ആകുമ്പം ഈ സൊല്യൂഷൻ എന്തായിപ്പോൾ, ഇൻഫൈനൈറ്റ് ആയിപ്പോൾ. പക്ഷേ ഈ സൈഡ് എപ്പോഴും എന്താണ്, ബൗണ്ടഡ് ആണ് അല്ലേ. y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ലോഗ് 0 ആയി, ലോഗ് 0 ഇൻഫിനിറ്റി ആണ്. പക്ഷേ ഈ ഒരു സൈഡ് എപ്പോഴും എന്താണ്, ബൗണ്ടഡ് ആണ്. അപ്പോൾ y 0 ആവുന്ന വാല്യൂസ് ഒന്നും ഇതിൽ സൊല്യൂഷനായിട്ട് വരില്ല. y 0 ആവുന്നത് എവിടെയാണ്, എക്സ് ആക്സിസിന് മുകളിലല്ലേ. അപ്പോൾ എക്സ് ആക്സിസിന് മുകളിലുള്ള ഒരു വാല്യൂസും ഇതിൻ്റെ സൊല്യൂഷനായിട്ട് വരില്ല. ഓക്കെ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞത് ഇതാണ്, ലെഫ്റ്റ് സൈഡ് ഓഫ് LHS ഓഫ്, നമുക്കൊരു പേര് കൊടുക്കാം, 1. LHS ഓഫ് 1 becomes infinite when y equal to 0. But the right side is always bounded. But RHS is bounded for all x. So y 0 ആവുന്ന ഒരു പോയിന്റ് പോലും ഇതിൻ്റെ സൊല്യൂഷനായിട്ട് വരില്ല. y 0 ആവുന്നത് എവിടെയാണ്, എക്സ് ആക്സിസിൽ. സോ നമുക്ക് പറയാം, ഹെൻസ് no point on the x-axis is a point of the solution curve 1.
നമുക്ക് പറയാം എക്സ് ആക്സിസിൽ ഒരു പോയിന്റും വരില്ല. അപ്പോൾ സൊല്യൂഷൻ എവിടെയായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക? എക്സ് ആക്സിസിന് മുകളിലോ താഴെയോ ആയിരിക്കും. സോ എൻഡിയർ, അതായത് നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൊല്യൂഷൻ കർവ് എന്ന് പറയുന്നത് ഒന്നുകിൽ അത് എക്സ് ആക്സിസിൻ്റെ മുകളിലായിരിക്കും, അല്ലെങ്കിൽ അത് എക്സ് ആക്സിസിൻ്റെ താഴെയായിരിക്കും. നമുക്ക് പറയാം ഹെൻസ് ദ എൻഡിയർ കർവ് is either above or below the x-axis. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളുടെ ഇനീഷ്യൽ കണ്ടീഷൻ തന്നിരിക്കുന്നത് y at 0 = 1 ആണല്ലേ, ആണല്ലോ. അതായത് നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത്, പറയുന്നതിൻ്റെ അർത്ഥം എന്താ? അത് നമ്മളുടെ കർവിൽ ഒരു പോയിന്റ് ആയിരിക്കും. y at 0 = 1 എന്നാണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഓർഡേർഡ് പെയർ ആയിട്ട് എഴുതിയാൽ എക്സിന് 0 വരുമ്പോൾ വൈക്ക് 1, അതായത് നമുക്ക് പറയാം 0, 1 ഇസ് എ പോയിന്റ് ഓഫ് ദ കർവ്. അപ്പോൾ ഇതെവിടെയാണ് വരുന്നത്? അപ്പോൾ ഇത് ലൈ ചെയ്യുന്നത് എബവ് ദ എക്സ് ആക്സിസ് ആണ്. 0, 1 ഈസ് ലൈസ് എബവ് ദ എക്സ് ആക്സിസ്. സോ ദ എൻറ്റയർ കർവ് ഈസ് ലൈസ് എബവ് ദ എക്സ് ആക്സിസ്. കാരണം ഒരു പോയിന്റ് എക്സ് ആക്സിന് മുകളിലുള്ളതായിട്ട് നമുക്ക് കണ്ടു. സോ എൻറ്റയർ പോയിന്റ്സും എവിടെയാണ് ഉണ്ടാവുക? എക്സ് ആക്സിന് മുകളിലാണ്. അപ്പോൾ നമുക്ക് പറയാം ദ എൻറ്റയർ കർവ് ലൈസ് എബവ് ദ, therefore the entire curve lies above the x-axis. അപ്പോൾ എക്സ് ആക്സിന് മുകളിലാണ് എല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ y വാല്യൂസ് എപ്പോഴും എന്തായിരിക്കും? എക്സ് ആക്സിന് മുകളിലെ y വാല്യൂസ് ഓൾവേസ് പോസിറ്റീവ് ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? നമ്മളുടെ സൊല്യൂഷനിൽ ഒരു മോഡിൻ്റെ പ്രസൻസിലേ, അപ്പോൾ y ഓൾവേസ് പോസിറ്റീവ് ആകുമ്പോൾ നമുക്ക് ആ മോഡ് കളയാലോ. സോ നമ്മളുടെ സൊല്യൂഷൻ എന്ന് പറയുന്നതിൽ ഇവിടെ സിൻസ് y > 0 ആണ് വരിക. സോ നമുക്ക് എന്ത് പറയാം? ആബ്സല്യൂട്ട് വാല്യൂ ഇൻ ദ സൊല്യൂഷൻ ക്യാൻ ബി ഡ്രോപ്പ്ഡ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? നമ്മളുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് y² + log y = sin x + 1 ആണെന്ന് പറയാം. ഓക്കെ, ഇനി ഇൻ്റർവൽ ഓഫ് എക്സിസ്റ്റൻസ് എവിടെയാണ് വരിക? എൻറ്റയർ റിയൽ വൻ വരും. കാരണം എക്സ് ആക്സിസിലെ എല്ലാ പോയിന്റ്സും വരുമല്ലോ. സോ നമുക്ക് പറയാം ദ ഇൻ്റർവൽ ഓഫ് ഡെഫിനിഷൻ ഓഫ് ദ എബവ് സൊല്യൂഷൻ ഈസ്, അല്ലെങ്കിൽ ഇൻ്റർവൽ ഓഫ് എക്സിസ്റ്റൻസ് ഈസ്, interval of existence of the solution is R. ഇനി അടുത്ത പ്രോബ്ലം നോക്കാം. Okay, problem, find the solution of the initial value problem. dy by dx = 1 + 3x² divided by 3y² - 6y, y at 0 = 1, and determine the interval in which the solution exists. So the given initial value problem is dy by dx = 1 + 3x² divided by 3y² - 6y. By separating the variables, we get 3y² - 6y dy = 1 + 3x² dx. So integrating both sides, we get y³ - 6 × y² / 2 that is 3y², that is equal to x³ + x + c, where c is the arbitrary constants. So the given initial condition is y at 0 = 1. That means y = 1 when x = 0. So we get 1 - 3 = 0 + c, which implies c = -2. So the initial value problem solution എന്ന് പറയുന്നത് എന്തായിരിക്കും? y³ - 3y² = x³ + x - 2. ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? സൊല്യൂഷൻ കണ്ടുപിടിച്ചു. ഇനി ഇൻ്റർവൽ ഓഫ് എക്സിസ്റ്റൻസ് കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന സൊല്യൂഷൻ
ഓക്കെ, ഇതുവരെ പറഞ്ഞതുപോലെയല്ല വേറൊരു മെത്തേഡിലാണ് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പം തന്നിരിക്കുന്ന കർവ് ഏതാണ്? dy ബൈ ഡി എക്സ് ഈക്വൽ ടു, നമുക്ക് തന്നിരിക്കുന്ന കർവ് ഇതാണ്. dy ബൈ ഡി എക്സ് ഈക്വൽ ടു 1 + 3x² ഡിവൈഡഡ് ബൈ 3y² മൈനസ് 6y ആണെന്നല്ലേ. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്തിടാം. 1 + 3x² ഡിവൈഡഡ് ബൈ 3y ഇൻറ്റു y മൈനസ് 2 എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഈ കർവ്, ഇതിൻ്റെ മീനിങ് എന്താ? സ്ലോപ്പ് ഈക്വൽ ടു ദിസ് വേണമെന്നല്ലേ, അല്ലേ? അതായത് ഈ കർവിന് വെർട്ടിക്കൽ ടാൻജൻസ് ഉള്ളത് എവിടെയാണ്? ഇത് 0 ആകുമ്പോൾ ആണല്ലോ. ടാൻജൻറ്റിൻ്റെ ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. അത് വെർട്ടിക്കൽ ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ 0 ആകുമ്പോഴാണ്. സോ ദ കർവ് ഹാസ് vertical tangents at 3y into y minus 2 equal to 0 അപ്പോൾ എന്താണ്? അതായത് ഇതിൻ്റെ മീനിങ് എന്താ? ഒന്നുകിൽ y ഈക്വൽ ടു 0-ൽ, അതുപോലെ തന്നെ എവിടെയാണ് y ഈക്വൽ ടു 0-ലും, അതുപോലെ തന്നെ y ഈക്വൽ ടു 2-ലും ആണല്ലേ. ഇനി y ഈക്വൽ ടു 0 ആകുമ്പോൾ നമ്മളുടെ ഇക്വേഷൻ x³, അതായത് നമ്മളുടെ സൊല്യൂഷനിലുള്ള ഇക്വേഷൻ, നമ്മളെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെ y ഈക്വൽ ടു ഈ സൊല്യൂഷനിൽ y ഈക്വൽ ടു 0 ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? എന്താ കിട്ടുന്നത്? x³ പ്ലസ് y ഈക്വൽ ടു 0 ആകുമ്പോൾ നമുക്ക് x³ പ്ലസ് x മൈനസ് 2 ഈക്വൽ ടു 0 എന്ന് കിട്ടും, അല്ലേ? ഇതിൻ്റെ റിയൽ റൂട്ട് ഏത് പോയിന്റിൽ മാത്രമേ ഉള്ളൂ? x ഈക്വൽ ടു 1-ൽ മാത്രമാണ് റിയൽ റൂട്ട് ഉള്ളത്. ബാക്കി രണ്ടും കോംപ്ലക്സ് റൂട്ടുകളാണ്. നിങ്ങൾക്കത് സോൾവ് ചെയ്യാൻ അറിയില്ലെങ്കിൽ എന്നോട് ചോദിക്കണം, ക്യൂബിക് റൂട്ടുകൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത്, ക്യൂബിക് ഇക്വേഷൻസിൻ്റെ റൂട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മൾ പറയുന്നത് x ഈക്വൽ ടു 1 ആണ് ഒരു റിയൽ റൂട്ട് വരുന്നുള്ളൂ, ബാക്കി രണ്ടും കോംപ്ലക്സ് റൂട്ടുകളാണ് വരുന്നത്. സോ അതുപോലെ തന്നെ y ഈക്വൽ ടു 2 ആകുമ്പോഴോ നമ്മളിത് എന്താവും? ഇവിടെ 2³ മൈനസ് ഇവിടെ 2³ മൈനസ് 3 ഇൻറ്റു 2² എന്നാവും, അല്ലേ? അപ്പോൾ നമ്മളുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ വരും. എന്താ വരിക? x³ പ്ലസ് x പ്ലസ് 2 ഈക്വൽ ടു 0 എന്ന് വരും. ഇവിടെ നമുക്കറിയാം, ഇവിടെ അതെ x ഈക്വൽ ടു -1 മാത്രമാണ് റിയൽ റൂട്ടായിട്ട് വരുന്നത്. അതായത് ഇതിന് രണ്ടിനും വെർട്ടിക്കൽ ടാൻജൻസ് ഉണ്ടാകുമ്പോൾ റിയൽ റൂട്ടുകളാണ് x ഈക്വൽ ടു 1-ഉം x ഈക്വൽ ടു -1-ഉം. അപ്പോൾ നമുക്ക് പറയാം സൊല്യൂഷൻ ഓഫ് ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എക്സിസ്റ്റ് ചെയ്യുന്നത് ഏത് ഇൻ്റർവെല്ലാണ്? -1 ലെസ് ദാൻ x ലെസ് ദാൻ 1 എന്ന് പറയുന്ന ഇൻ്റർവെല്ലാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് പറയാം. ദാറ്റ് മീൻസ് solution of the initial value problem exists in -1 less than x less than 1, that is mod x less than 1-ലാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് പറയാം. ഓക്കെ, ഇനി ഒരു പ്രോബ്ലം കൂടി ഉണ്ട്, അത് നിങ്ങൾ നോക്കാം, ഞാനിവിടെ പറയുന്നില്ല. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഗൂഗിൾ മീറ്റിൽ വരുമ്പോൾ ചോദിക്കാം.